അസ്സലാമലൈക്കും. ഇതാണ് ചിക്കൻ പോപ്പ് സ്റ്റിക്സ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിലേക്ക് കുറച്ച് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ക്രംസ് ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് എരു കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതും കൂടെ ഒരു പീസ് ആഡ് ചെയ്യട്ടെ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഈ ഒരു മിക്സ് ഒരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് കട്ടി കുറവിലൊന്ന് ഇതേപോലെ പരത്തിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയിലേക്ക് ഒരിത്തിരി ഉപ്പും പെപ്പർ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് KLF കൊക്കോഡെയിലിയുടെ കുക്കിംഗ് ഓയിലാണ് കേട്ടോ. ഇതിൽ 80% സൺഫ്ലവർ ഓയിലും 20% റോ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. omega-6 ഫാറ്റി ആസിഡ്സ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് കേട്ടോ. രണ്ട് ഓയിലുകൾ മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പൊരിക്കുന്ന സമയത്ത് ചെറിയൊരു പദം വരും, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പോപ്പ് സ്റ്റിക്സ് റെഡിയാണ് കേട്ടോ. സംഭവം ഭയങ്കര സിമ്പിളാണ് പ്രിപ്പയർ ചെയ്യാൻ, പക്ഷേ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.